ഒരപേക്ഷ നിങ്ങളോട് എല്ലാവരും ഉണ്ട്. ഞാനിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് എന്നാണ് മുസ്ലിം ലീഗുകാർ ചില നേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി അവർ പറയാനുള്ള ചേതോവികാരം എന്താണെന്നും അതിനുമുമ്പ് ഞാനൊരു ദേശീയവാദിയായിട്ട് പറഞ്ഞുകൊണ്ട് എന്നെ അവർ കൊണ്ടുവന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു തീവ്രവാദിയായ വർഗീയവാദിയായി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഈ കാലഘട്ടം തമ്മിലുള്ള അതിൻ്റെ ഒരു ചരിത്രം കൂടി ഒന്ന് പറയാൻ എനിക്ക് ആദ്യം ഒരു അവസരം തരണം. എന്നാൽ ഇത് കേരളം മുഴുവൻ എൻ്റെ നേരറിയണം. ഞാൻ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഗുരുവിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന ആചിന്ത അത് കേരളമെന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകമെമ്പാടും എല്ലാവരും സോദര ചിന്തയുടെ ജാതിയുടെയും മതത്തിന്റെയും പേരിലോ അല്ല നിറത്തിന്റെ പേരിലോ ഒരു വിദ്വേഷമില്ലാതെ സോദര ചിന്തയോടുകൂടി കഴിയണമെന്നുള്ള വിചാരത്തോടുകൂടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതാവാണ് ഞാൻ. എനിക്ക് ഇതുവരെ ജാതി ചിന്ത എന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. പക്ഷെ ജാതി വിവേചനം ഉണ്ടാകുമ്പോൾ ആ വിവേചനം ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ജാതി വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അർഹപ്പെട്ടത് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ജാതിയല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ എല്ലാം ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ശക്തി കൊണ്ടാണ് ഈ മതേതര ചിന്തയിലൂടെ ഈ കേരളം ഇപ്പോഴും പോകുന്നത്. ഇവിടെ ഒരു വർഗീയ കലാപമില്ല, മതവിദ്വേഷമില്ല. ഇതെല്ലാം കൊണ്ടു നടക്കാനും പോകാനും പറയാനും പ്രചരിപ്പിക്കാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സമ്മേളനങ്ങളിലൂടെ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ സന്യാസിമാർ നടത്തുന്നുണ്ട്. അതേ ഈ മറ്റു പറയുന്ന ആളുകൾ എന്ത് നടത്തുന്നുണ്ട്? മതവിദ്വേഷം ഇല്ലാതാക്കാനും മതസൗഹാർദ്ദം നിലനിർത്താനും വേണ്ടി എന്നെ വിമർശിക്കുന്ന വലിയ മിതവാദികൾ അല്ലെങ്കിൽ അവരെല്ലാം സഹോദരൻ എന്ന് പറയുന്ന ആളുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും ശ്രീനാരായണ പ്രസ്ഥാനം ഒരു മതത്തിനും എതിരല്ല, ഒരു മതത്തിന്റെ വിശ്വാസത്തെ എതിർക്കുന്നവരല്ല. ഞങ്ങളുടെ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രാജ്യമില്ലെന്ന് ഞങ്ങളാരും പറയാറില്ല. ഞങ്ങളുടെ വിശ്വാസം എല്ലാവരും അടിച്ചേൽപ്പിക്കാൻ ഞങ്ങളാരും ശ്രമിക്കാറില്ല. ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ പോകുന്നു. പക്ഷെ ഇതെല്ലാം പോകുന്ന അങ്ങനെ എന്നും സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ആ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ഞങ്ങളാരും ഒരു ജാതിക്കും എതിരില്ല. ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്നെ ഒരു ജാതിയുടെ പ്രത്യേകിച്ചും ഒരു മുസ്ലിം വിരോധിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ വേട്ടയാടാൻ കൊണ്ടിരിക്കുന്നു ലീഗുകാർ. വേറെ മുസ്ലിങ്ങളിൽ പെട്ട് വേറെ ആരുമില്ല, ലീഗുകാർ. മുസ്ലിങ്ങളിൽ എത്രയോ നല്ല ആളുകൾ കിടക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, SNDP യോഗത്തിന് കണക്കാഡിറ്റ് ചെയ്യുന്ന ആരാണ്? മുസ്ലിമാണ്. ഞങ്ങളുടെ കേസ് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? മുസ്ലിമാണ്. നിസാർ സിൻഡിക്കേറ്റ് പറഞ്ഞത് ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സിൻഡിക്കേറ്റ് കോഴിക്കോട് SNDP യോഗത്തിന്റെ മുഴുവൻ വോട്ട് കൊടുത്ത് ബാക്കി ഒരൊറ്റ മതസ്ഥർക്കും കൊടുക്കാതെ ഞങ്ങൾ കോഴിക്കോട്ട് മുസ്ലിമുണ്ട് റഹീം. ആ റഹീമിന് മുഴുവൻ വോട്ട് ഞങ്ങളുടെ ആൾ കൊടുത്തു, ഒരു മുസ്ലിം കൊടുത്തില്ല. ആ പാട്ട് ഞങ്ങൾ വോട്ട് കൊടുത്ത് ഞങ്ങളുടെ ഇരിക്കുന്ന 18 വോട്ട് കൊടുത്താണ് അയാളെ ജയിപ്പിച്ച് എടുത്തത്. അപ്പോ ആ ആളുകളാണ് ഞാൻ എന്നെയാണ് വിരോധിയാകും. കാരണമുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങളൊന്നിച്ച് പിന്നോക്ക സമുദായ മുന്നണിയെന്നും അതുകൊണ്ട് സംവരണ സമുദായ മുന്നണിയെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ഇറക്കിക്കൊണ്ട് ഇവിടെ ഭരണത്തിൽ വരാൻ വേണ്ടി ഞങ്ങൾക്ക് എവിടെയെല്ലാം സമരമാണ് ഞങ്ങൾ എത്തിയത്. അതിനെല്ലാം മുൻപ് നിന്നും പണം മുടക്കിയതിന്റെ മഹാഭൂരിപക്ഷം ഞാനാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച്, ഹൈക്കോടതി മാർച്ച്, അതുപോലെ ഡൽഹി മാർച്ച്, ഇങ്ങനെ മാർച്ച് നടത്താനുള്ള ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഇതെല്ലാം ഞങ്ങൾ ആളും അർത്ഥവും കൊണ്ടുവന്ന് മുടക്കിയ ശേഷം അവരെല്ലാം നാമമാത്രമായി നിൽക്കും. ലീഗിന്റെ മുൻനിരയിലുള്ള ആരും വരികയില്ല. മൂന്നാം കടയിലുള്ള ചില ആളുകളെ മാത്രം വിട്ടു തന്നെയുടെ കൂടെ ലീഗിന്റെ പ്രാതിനിധ്യത്തിന് വന്ന് സമരമെല്ലാം നടത്തി. അതേസമയം ഭരണത്തിൽ വന്നു.
വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, സുഹൃത്തെ, ഞങ്ങൾക്ക് ഒരു നീതിയും ലഭിച്ചിട്ടില്ലല്ലോ, അത് മാറി പുതിയ ആൾ വരുമ്പോൾ നമ്മൾ വരുമ്പോൾ ഞങ്ങളെല്ലാം പരിഗണിക്കാമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി നിങ്ങളേതായ സമുദായത്തിന്റെ കുറവ് പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലേ? അതേസമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ നരേന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുറവുണ്ടായിരുന്നല്ലോ, അത് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്ന കാര്യം നിങ്ങൾ എന്താ പറയാത്തത്? അപ്പൊ അധികാരത്തിൽ കയറിയ ശേഷം നിങ്ങൾക്കുള്ള മുസ്ലിങ്ങൾക്കുള്ള കുറവ് പരിഹരിക്കാൻ ഗവൺമെന്റിന് ഉത്തരവിറക്കി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോൾ ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ കുറവും നരേന്ദ്ര കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും ഉത്തരവില്ല.